അർജുൻ എവിടേക്കാണ് പോയത്, അർജുനെ കണ്ടെത്താനായോ എന്നുള്ളതാണ്. അർജുനിലേക്ക് ഇനി എത്ര ദൂരം? വെള്ളത്തിൽ പോയിട്ടുണ്ട് ഒരിക്കലും ഫോൺ റിങ് ചെയ്യില്ല. അപ്പം നമുക്ക് ഈ സൈഡാണ് ഇനി ഡൗട്ട് ഉള്ളത്. ഡൗട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം പിന്നെ റിവർ ചെയ്യേണ്ട കാര്യമുണ്ട്. Tomorrow we are bringing special one person from Kerala who is retired hydrographic surveyor. Hydrographic means river only. എൻ്റെ മോനെ ഇനി ജീവനോടെ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയില്ല. കാരണം ഞാൻ വൈകുന്നേരം അറിഞ്ഞ് വീഴാൻ ചാൻസ് ഉള്ളൊരു വലിയ കുഴി അവിടെ ഉണ്ടായിട്ട് ആ കുഴീൻ്റെ മേതെ തപ്പാതെ അവിടേക്ക് മണ്ണ് കൊണ്ടുപോയിട്ട് നമ്മുടെ എല്ലാം ഒരു നൊമ്പരമാവുകയാണ്. അർജുൻ കഴിഞ്ഞ 7 ദിവസമായി അർജുന് പിന്നാലെയാണ് കേരളം മുഴുവൻ. നമ്മളെല്ലാവരും കാത്തിരുന്നത് ഒരു ശുഭവാർത്തയ്ക്ക് വേണ്ടിയാണ്. ഇന്നലെയും ഒക്കെ നമ്മളത് പറഞ്ഞു പിരിഞ്ഞതാണ്. പക്ഷേ ഇന്നും അങ്ങനൊരു വാർത്ത നമ്മളെ തേടി വന്നില്ല എന്നത് ദൗർഭാഗ്യകരമാണ്, ഏറെ സങ്കടകരവുമാണ്. 7ാം ദിവസവും പ്രതീക്ഷകൾ അസ്തമിച്ച് ഷിരൂർ രക്ഷാദൗത്യം അവസാനിപ്പിച്ചു. കരയിൽ റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലങ്ങളിൽ വാഹനം കണ്ടെത്താൻ കഴിയാതിരുന്നതിനിടെയാണ് അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ വിഫലമായത്. ഇതോടെ ലോറി കരയിലില്ല എന്ന് സൈന്യം സ്ഥിരീകരിക്കുകയാണ്. നാളെ കൂടുതൽ ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഗംഗാവലി പുഴയിൽ തെരച്ചിൽ തുടരാനാണ് അവരുടെ തീരുമാനം. ഷിരൂരിൽ അപകടം നടക്കുന്ന 2 മണിക്കൂർ മുൻപുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ ISRO ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ആ സമയത്ത് സംഭവിച്ചത്, അല്ലെങ്കിൽ കൃത്യമായി എവിടെയാണ് വാഹനത്തിന്റെ ലൊക്കേഷൻ ഉണ്ടായെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നൽകാൻ ഈ ചിത്രങ്ങൾ സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. രാവിലെ 6 മണിയോടെ അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം തുടങ്ങാനായിരുന്നു ആർമി NDRF സംയുക്ത യോഗത്തിലെ തീരുമാനം. ഗംഗാവലി പുഴയ്ക്ക് മീതെ അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴയും കാറ്റും പദ്ധതിയുടെ താളം തെറ്റിച്ചു. 7:20ഓടെ NDRF സംഘം അപകടസ്ഥലത്തേക്ക്. രക്ഷാപ്രവർത്തനത്തിനിടെ ഇടവിട്ട് ശക്തമായ മഴ. മേജർ അഭിഷേകിന്റെ നേതൃത്വത്തിലുള്ള ആർമി സംഘം സംഭവസ്ഥലത്തേക്ക്. മണ്ണിനു മേലെയുള്ള വലിയ പാറകൾ നീക്കാൻ ഡ്രില്ലിംഗ് ആരംഭിച്ചു. റേഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ 8 മീറ്റർ താഴ്ചയിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയതോടെ പ്രതീക്ഷ. മണ്ണ് നീക്കൽ നടപടി നടന്നുകൊടുക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചപോലെ റഡാർ വരും എന്നാണ് കൊണ്ടുവരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വന്ന ശേഷം ഇത് എവിടെയുണ്ടെന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും എന്നാണ് അവരുടെ അഭിപ്രായം. ഈ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അർജുനെ കണ്ടെത്തുക എന്നതാണ്. അതിനുവേണ്ടി ഏതറ്റവും പോകാൻ തയ്യാറാണ്. ഉച്ചയോടെ കരയിലെ മൺകൂനയ്ക്കടിയിൽ ലോറി ഇല്ലെന്ന് സ്ഥിരീകരണം. നാവികസേനയുടെ കൂടുതൽ സംഘം ഗംഗാവലി പുഴയിലേക്ക്. 2 കിലോമീറ്ററോളം ദൂരം പഴുതടച്ച പരിശോധന. ഇതിനിടെ മണ്ണിനടിയിൽ അകപ്പെട്ട മറ്റൊരു ടാങ്കർ ലോറി പുഴയിൽ പൊങ്ങി. നദിക്കരയിലെ മണ്ണ് മൂടിയ വയൽ പ്രദേശത്ത് ലോഹ സാന്നിധ്യം കണ്ടെത്തിയതോടെ വീണ്ടും പ്രതീക്ഷ. രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ട മലയാളി സംഘത്തെ കർണാടക പോലീസ് തടഞ്ഞു. രഞ്ജിത്ത് ഇസ്രയേലിന് പോലീസ് മർദ്ദനം. തുടർന്ന് മലയാളി സംഘത്തിലെ 25 പേർക്ക് തെരച്ചിലിന് അനുമതി നൽകി ഉത്തര കന്നഡ ജില്ലാ കളക്ടറുടെ ഉത്തരവ്. ലോറി കരയിലില്ലെന്ന് സൈന്യം സ്ഥിരീകരിച്ചു. പുഴയോരത്ത് മണ്ണ് നീക്കുന്നതിനിടെ രക്ഷാപ്രവർത്തന സംഘത്തെ പ്രതിരോധത്തിലാക്കി വീണ്ടും ശക്തമായ മഴ. അപകടം നടക്കുന്നതിന് മുൻപുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയെന്ന് ISRO അറിയിച്ചു. പുഴയിൽ തെരച്ചിൽ തുടരാനാണ് ദൗത്യസംഘത്തിന്റെ തീരുമാനം. ടീം 24 ഷിരൂർ.
അതെ, നമ്മളുടെ എൻകൗണ്ടർ പ്രൈമിൽ അവിടുത്തെ MLA തന്നെ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഈ അയൺ ഓറിൻ്റെ സാന്നിധ്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ മെറ്റൽ ആണ് എന്ന് മെറ്റൽ ഡിറ്റക്ടറോ അല്ലെങ്കിൽ റഡാറോ ഒക്കെ അത് കണ്ടെത്താനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ തന്നെ ചിലപ്പോൾ വഴിതെറ്റിയത് ഒരു ഓറിയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് പലയിടത്തും ഇങ്ങനെ വെക്കുമ്പോൾ ഈ പരിശോധന നടത്തുമ്പോൾ സിഗ്നൽ അത്തരത്തിൽ ലഭിക്കുന്നുണ്ട്. അത് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് എന്തായാലും സങ്കടകരമായ കാര്യമാണ്. ആ സിഗ്നലിന്റെ പിറകെ ആയിരുന്നു നമ്മുടെ പ്രതീക്ഷ. ഏതാണ്ടൊരു 2 മണിയോട് കൂടിയാണ് ഇങ്ങനെ 2 വ്യത്യസ്ത സിഗ്നൽ ലഭിച്ചു എന്ന വാർത്ത വരുന്നത്. ആ പ്രതീക്ഷയിൽ പിന്നീട് മുന്നോട്ട് പോവുകയായിരുന്നു. ഏറെ നേരം കുഴിച്ചെങ്കിലും ആ ഭാഗങ്ങളിലൊന്നും പിന്നീട് വാഹനത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ മണ്ണാളത്തിൽ ഈ പറയുന്ന 8 മീറ്റർ അകലെ ആ വാഹനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച കുറേ മണിക്കൂറുകൾ കടന്നു പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് അവിടെ ലോറി ഇല്ല എന്ന് സ്ഥിരീകരിക്കുന്നത്. എന്തായാലും പരിശോധന തുടരും, തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് MLA വളരെ പോസിറ്റീവായിട്ടാണ് നമ്മോട് പ്രതികരിച്ചത്. കൂടുതൽ ഉപകരണങ്ങൾ നാളെ എത്തിക്കുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഏത് തരത്തിലായിരിക്കും ഈ പരിശോധന ഇനി നടക്കാൻ പോകുന്നത്, രക്ഷാപ്രവർത്തനം അത് എങ്ങനെയായിരിക്കുമെന്നൊക്കെ നമുക്ക് അരുൺ പാറയ്ക്കലിനോട് ചോദിക്കാം. ഷിരൂരിൽ നിന്ന് തത്സമയം അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഇന്നിപ്പോൾ ഒരു ദിവസം മുഴുവനും ഇതിന് ഈ ഒരു പരിശോധന നമ്മൾ ഏറെ പ്രതീക്ഷയോടെയാണ് കണ്ടത്. ഈ കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ ഒരുപക്ഷെ അല്പം കൂടി കൂടുതൽ നമ്മൾ പ്രതീക്ഷ ഇന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ലോറി കണ്ടെത്താനാകും, അർജുനെ കണ്ടെത്താനാകും എന്നുള്ളത്. പക്ഷേ അത് സാധിച്ചില്ല. ഈ നേവി സംഘം മടങ്ങും അല്ലെങ്കിൽ ആർമി സംഘം മടങ്ങും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പക്ഷെ അത് അങ്ങനെയല്ല, അവർ തുടരുമെന്നാണ് പിന്നീട് MLA തന്നെ അറിയിച്ചത്. എന്താണ് നിലവിലെ സാഹചര്യം? നാളെ ഇനി ഏത് തരത്തിലായിരിക്കും പരിശോധന? പ്രവിത 7 ദിവസം ഈ ഒരു തെരച്ചിൽ ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു. ഈ 7 ദിവസവും ഈ സാറ്റലൈറ്റ് അല്ലെങ്കിൽ റഡാർ സംവിധാനം ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിലും അതുപോലെ തന്നെ GPS ലൊക്കേഷനിലുമൊക്കെ ചില സാന്നിധ്യങ്ങൾ കണ്ടെത്തി. അതായത് ഇവിടെയാണ് ഈ ലോറി ഉള്ളത് എന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ പടർന്നു. അതിനനുസരിച്ച് ഈ സ്ഥലമൊക്കെ മാർക്ക് ചെയ്ത് ആ പ്രദേശത്തെ മുഴുവൻ മണ്ണും മാറ്റി. ഇന്ന് 7-ാം ദിവസവും ഈ ഭാഗത്ത് ഈ അയൺ കണ്ടന്റ് കണ്ടെത്തിയ അല്ലെങ്കിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയ ആ സ്ഥലത്തെ ഈ മണ്ണൊക്കെ മാറ്റി. പക്ഷേ ഇതുവരെയും ആ പ്രദേശത്ത് ലോറിയുടെ ഒരു സാന്നിധ്യം പോലും കണ്ടെത്താൻ സാധിച്ചില്ല എന്നതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. ഏവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയൊരു കാര്യം ഇതാണ്. ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയിൽ പോലും ഈ ഒരു ലോഹ സാന്നിധ്യം കണ്ടെത്തിയ സമയത്തും മലയാളികൾ ഒന്നാകെ പ്രതീക്ഷിച്ച കാത്തിരുന്ന ആ ലോറി എവിടെയുണ്ട്, അർജുനെ ജീവനോടെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നൊരു വലിയ രീതിയിലുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ 7-ാമത്തെ ദിവസം പിന്നിടുമ്പോൾ ആ പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുന്നു. ഇനി നാളെ ഈ ലോറിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നാളെ വീണ്ടും തുടങ്ങുകയാണ്. അത് ഏറ്റവും കൂടുതൽ നദി കേന്ദ്രീകരിച്ചായിരിക്കും, ഈ ഗംഗാവലി നദി കേന്ദ്രീകരിച്ചായിരിക്കും ആ തെരച്ചിലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ആദ്യഘട്ടത്തിൽ ഈ കരയിലെ തെരച്ചിൽ അവസാനിപ്പിച്ച ശേഷം സൈന്യം മടങ്ങുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സൈന്യം നാളെ മടങ്ങുന്നില്ല. സൈന്യവും ഈ നാവികസേനയോടൊപ്പം തന്നെ സംയുക്തമായി നദിയിലെ തെരച്ചിലിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് വളരെ വിപുലമായൊരു തെരച്ചിലായിരുന്നു ഈ നദിയിൽ, ഗംഗാവലി നദിയിൽ നാവികസേന നടത്തിയത്. നേരത്തെ ഈ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ആ ഒരു പ്രദേശത്തായിരുന്നു ഈ നാവികസേനയുടെ പ്രധാനമായ തെരച്ചിലുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഈ നദിയിൽ 2.5 കിലോമീറ്ററോളം ദൂരത്തേക്ക് ഈ ടീം അംഗങ്ങൾ വിവിധ ബോട്ടുകളിലായി സഞ്ചരിച്ച് തെരച്ചിൽ നടത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. നാളെ സൈന്യവും കൂടി കൂടുതൽ ആധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, കൂടുതൽ യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തെരച്ചിൽ തുടരുകയാണെങ്കിൽ അത് വിപുലമായ തെരച്ചിലായിരിക്കും ഈ നദിയിൽ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ പ്രധാനമായ ഒരു കാര്യം ഏറ്റവും പ്രതികൂലമായ കാലാവസ്ഥയും ഒപ്പം ഈ മണ്ണിനോടൊപ്പം വരുന്ന ജലം, ഈ കാട്ടിൽ നിന്ന്, ഈ ഉൾവനത്തിൽ നിന്ന് ഈ മണ്ണിനോടൊപ്പം താഴേക്ക് പതിക്കുന്ന വെള്ളം, അത് പ്രതികൂലമായ ഒരു കാര്യമായി തന്നെ മാറുന്നു. ആ പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് നാളെ എങ്ങനെയായിരിക്കും തെരച്ചിൽ എന്ന് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നാളെ ആധുനികമായ യന്ത്രങ്ങൾ ഉപയോഗിക്കും. ഒപ്പം ഈ കരയിൽ ഈ കർവ് രൂപത്തിലുള്ള ആ മലയോരത്ത് അവിടെ ഇപ്പോഴും മണ്ണ് കെട്ടിക്കിടക്കുന്നുണ്ട്. ആ മണ്ണ് കൂടി പൂർണ്ണമായി നീക്കം ചെയ്യണമെന്നാണ് ഈ മലയാളികളായ രക്ഷാപ്രവർത്തകർ പറയുന്നത്. ആ മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ അതിനുള്ളിൽ ലോറി ഉണ്ടാകുമോ എന്നൊരു സാധ്യത അവരും പങ്കുവെക്കുന്നുണ്ട്. ആ സാധ്യത കൂടി മുൻകൂട്ടി കണ്ട് ആ പ്രദേശത്തെ മണ്ണ് കൂടി നീക്കം ചെയ്യണം. പക്ഷേ അപകട സാധ്യത ഏറെയുള്ള ഒരു സമയമാണിപ്പോൾ. ഈ മണ്ണ് നീക്കം ചെയ്യുന്ന സമയത്ത് മല വീണ്ടും ഇടിയാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലായിരിക്കും ഇനി നാളെ മുതൽ ഉണ്ടാവുക. അതിന് സൈന്യവും നാവികസേനയും ഒക്കെ NDRFും ഒക്കെ സംയുക്തമായി നേതൃത്വം നൽകും. സൈന്യം ഈ വെള്ളത്തിലിറങ്ങി നാളെ തെരച്ചിൽ നടത്തുമെന്ന് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രവിത.
അരുൺ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ആദ്യത്തെ ദിവസത്തിൽ തന്നെ ഈ പരിശോധന ആരംഭിച്ച സമയത്ത് 2 ചോദ്യങ്ങളാണ്. ഈ വണ്ടി പുഴയിലേക്ക് പോയിട്ടുണ്ടോ അല്ല ഈ മണ്ണിനടിയിൽ തന്നെ ഉണ്ടോ? അത് ഈ തെരച്ചിൽ തുടങ്ങിയ ആദ്യ ദിനം തന്നെ ഉയർന്ന സംശയമാണ്. അന്ന് നാവികസേനയിലെ ഉദ്യോഗസ്ഥർ നദിയിൽ ഇറങ്ങി കൃത്യമായി പരിശോധിച്ച ശേഷം പറഞ്ഞ കാര്യം ഇതാണ്. അവിടുത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. ഈ നദിയുടെ അടിത്തട്ടിലൊന്നും അത്തരത്തിലൊരു വാഹനവുമില്ല എന്നവർ പൂർണ്ണമായും കണ്ടെത്തിയതുമാണ്. പിന്നീട് ഇപ്പോൾ വീണ്ടും സംശയം ബലപ്പെടുന്നു, നദിയിൽ തന്നെയാണ് ആ വാഹനമുള്ളതെന്ന്. ഇതിലെ വൈരുദ്ധ്യങ്ങളാണ് നമ്മളെ ഏറ്റവും കുഴയ്ക്കുന്നതും ആശങ്കപ്പെടുന്നതും. എന്തുകൊണ്ടാണ് ഒരു കൃത്യമായൊരു നിഗമനത്തിലേക്ക് എത്താൻ അധികൃതർക്ക് സാധിക്കാത്തത്? പ്രജിൻ, ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഈ വാഹനം നദിയിലേക്ക് പതിച്ചിട്ടുണ്ടെങ്കിൽ ആ വാഹനത്തിൽ നിന്ന് എങ്ങനെ ഈ GPS സംവിധാനം വർക്ക് ചെയ്തു? 2, ആ വാഹനം എങ്ങനെ സ്റ്റാർട്ടായി? 3, ഈ വാഹനത്തിലെ ഈ അർജുൻ്റെ മൊബൈൽ ഫോൺ എങ്ങനെ റിങ് ചെയ്തു എന്നതൊക്കെ, ആ കാര്യങ്ങളൊക്കെ, ആ മൊബൈൽ ഫോണിൽ നിന്ന് എങ്ങനെ കോൾ വന്നു എന്നതൊക്കെ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. ഒപ്പം ഈ മണ്ണിലാണ് വാഹനം കുടുങ്ങിക്കിടക്കുന്നതെങ്കിൽ ഇത്രത്തോളം മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടും എന്തുകൊണ്ട് ഈ വാഹനം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഒപ്പം ആ പ്രദേശത്ത് വലിയൊരു പൊട്ടിത്തെറി നടന്നിട്ടുണ്ട്. അതായത് ഒരു ടാങ്കർ ലോറി പൊട്ടിത്തെറിച്ചു എന്ന വിവരമൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ പൊട്ടിത്തെറിച്ച സമയത്ത് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ വരുന്നതൊക്കെ അഭ്യൂഹങ്ങളാണ്, ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ ഉത്തരം കിട്ടിയേ മതിയാകൂ. അത്തരം ഒരു ഉത്തരം കിട്ടണമെങ്കിൽ, ഒരു വ്യക്തത വരണമെങ്കിൽ ഈ അർജുനെയും അതുപോലെ തന്നെ ഈ ഭാരത് ബെൻസിന്റെ ലോറിയെയും കണ്ടെത്തണം. ആ ലോറിക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് നാളെ നടക്കുന്നത്. അത് ഇത്രയും ദിവസം, 7-ാം ദിവസം പിന്നിട്ടു, നാളെ 8ാമത്തെ ദിവസത്തിലേക്കാണ്. ഇതുവരെയും യാതൊരു വിധത്തിലുള്ള ലോറിയുടെ സാന്നിധ്യങ്ങളും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നാളെ കണ്ടെത്താനാകുമെന്നൊരു പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. പക്ഷേ അത് നദിയിൽ എത്രത്തോളം അപകടകരമായ സാധ്യതയാണ് അവിടെ നിലനിൽക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നദിയുടെ ജലനിരപ്പ് ഉയരുകയാണ്. ഒപ്പം അടിയൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. കലങ്ങി മറിഞ്ഞ വെള്ളമാണ്. ഈ മണ്ണ് ഒന്നാകെ അടിഞ്ഞ് ആ നദി പൂർണ്ണമായും മണ്ണുകൊണ്ട് നിറഞ്ഞൊരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. അരുൺ, അതുകൊണ്ട് തന്നെ ISROയുടെ സഹായം കൂടി സർക്കാർ തേടിയിരുന്നു, അല്ലെങ്കിൽ അധികൃതർ തേടിയിരുന്നു. ഈ അപകടം നടക്കുന്നതിന് മുൻപുള്ള സാറ്റലൈറ്റ് ദൃശ്യങ്ങളൊക്കെ അവർ ലഭ്യമാക്കുമെന്ന് പറഞ്ഞിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? പ്രവിധ, ISROയുടെ ഭാഗത്തു നിന്ന് ജില്ലാ ഭരണകൂടത്തിന് ഈ അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപുള്ള, അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ മുൻപുള്ള ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ ആ ചിത്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അർജുൻ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ മൊബൈൽ ഫോണിൽ നിന്ന് കോൾ വന്നു, അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ GPS കണ്ടെത്തി എന്നതൊക്കെ പറയുന്നുണ്ടെങ്കിലും ആധികാരികമായി ഈ വണ്ടി എവിടെയുണ്ട് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും സംശയങ്ങൾ ഇങ്ങനെ നിലനിൽക്കുകയാണ്. ചോദ്യങ്ങൾ ഇങ്ങനെ ഉയരുകയാണ്. ആ ചോദ്യങ്ങൾക്കൊക്കെ ഒരു മറുപടി കിട്ടണമെങ്കിൽ ഈ ഉപഗ്രഹ ചിത്രങ്ങളിൽ ആ വാഹനമുണ്ടോ എന്നത് ഒരു അനിവാര്യമായ ഘടകം തന്നെയാണ്. അത് ഇതുവരെയും ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടിട്ടില്ല. ഉപഗ്രഹ ചിത്രങ്ങളെ സംബന്ധിച്ചുള്ള യാതൊരു വിധത്തിലുള്ള വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല. ആ ഉപഗ്രഹ ചിത്രങ്ങൾ ഈ ജില്ലാ ഭരണകൂടത്തിന് കൈമാറി എന്ന് ISRO വ്യക്തമാക്കിയത് മാത്രമാണ്. ഇനി അതിലൊരു കൂടുതൽ വ്യക്തത വേണം. ഒപ്പം ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് കിലോമീറ്ററുകൾ മുൻപോട്ടും പിൻപോട്ടും ഈ വാഹനം എവിടെയെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഈ വാഹനം വന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കണം. അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ അപകടത്തിൽ പെട്ടു എന്നത് സാധൂകരിക്കുന്ന കാര്യമാണ്. പക്ഷേ എവിടെയാണ് ഇപ്പോൾ ഈ വാഹനമുള്ളത് എന്ന് 7ാം ദിവസവും വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. ആ ചോദ്യത്തിനൊരു ഉത്തരം വേണം. നാളെ എന്തായാലും ഈ ഉത്തരത്തിനായി ഈ നദിയിലിറങ്ങിയുള്ള തെരച്ചിൽ തുടരാൻ പോവുകയാണ്. അതിന് ഇന്ത്യൻ ആർമിയും അതുപോലെ തന്നെ നാവികസേനയും NDRF ടീം അംഗങ്ങളുമൊക്കെ സജീവമായി തന്നെ രംഗത്തുണ്ട്. പക്ഷേ ഇപ്പോഴും ആ ലോറി എവിടെ എന്നത് വലിയ വിഷമകരമായ ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുന്നു. പ്രവിധ. യെസ്, അരുൺ പാറക്കിലാണ് ഷിരൂലും തത്സമ വിവരങ്ങൾ നൽകി.